സൂപ്പർ താരങ്ങൾ ഒന്നിക്കുക എന്നത് ആരാധകർക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഒരു ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നു എന്നതിനപ്പുറം രണ്ട് ഇൻഡസ്ട്രിയിലെ മുൻനിര താരങ്ങൾ ഒന്നിച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അത് രണ്ട് ഭാഷക്കാർക്കും ആഘോഷമായി മാറുന്നു. അങ്ങനെ ആഘോഷിക്കാൻ മലയാളികൾക്കും തമിഴർക്കും ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ തമിഴിലെ സൂപ്പർ താരങ്ങളുമായി കൈകോർത്തപ്പോൾ സ്ക്രീനിലുണ്ടായ അത്ഭുതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മമ്മൂട്ടിയും രജനികാന്തും. മണിരത്നം സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ ദളപതി എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയാണ് മമ്മൂട്ടിയും രജനികാന്തും ഒന്നിച്ചത്. രജനികാന്തിനൊപ്പം വളരെ പ്രാധാന്യമുള്ള വേഷത്തിൽ തന്നെയാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത്. മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നാണ് ചിത്രത്തിലെ ദേവരാജ്. ജയറാം, കമൽഹാസൻ. ജയറാം മലയാളത്തിൽ എന്ന പോലെ തമിഴിലും പരിചിതനാണ്. ജയറാമിന്റെ പേരിൽ ചില സോളോ ഹിറ്റുകളും തമിഴിലുണ്ട്. 2000 പുറത്തിറങ്ങിയ തെനാലി എന്ന ചിത്രത്തിലാണ് ജയറാം കമൽഹാസനോടൊപ്പം അഭിനയിച്ചത്. ചിത്രം മികച്ച വിജയമായി തീരുകയും ചിത്രത്തിലെ അഭിനയത്തിന് ജയറാമിന് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് പഞ്ചതന്ത്രം, ഉത്തമ വില്ലൻ എന്നീ ചിത്രങ്ങളിലും ഇവർ ഒന്നിച്ചു. മമ്മൂട്ടിയും അജിത്തും. 2000 പുറത്തിറങ്ങിയ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലാണ് അജിത്തും മമ്മൂട്ടിയും ഒന്നിച്ചത്. രണ്ടുപേരും നായകതുല്യ വേഷത്തിലാണ് എത്തിയത്. എന്നാൽ ഇരുവർക്ക് 1-2 കോമ്പിനേഷൻ രംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രേക്ഷകരെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി, അജിത്ത്. സുരേഷ് ഗോപിയുടെ തമിഴ് സിനിമ അരങ്ങേറ്റമായിരുന്നു അത്. 2001 പുറത്തിറങ്ങിയ ദീന എന്ന ചിത്രത്തിൽ നായകനായി അജിത്തും പ്രാധാന്യം ഒട്ടും കുറയാത്ത ഒരു കഥാപാത്രമായി സുരേഷ് ഗോപിയും എത്തി. രണ്ടുപേരും ചിത്രത്തിലെ അഭിനയത്തിന് പ്രശംസകൾ നേടി. മുരുകദോസാണ് ചിത്രം സംവിധാനം ചെയ്തത്. മോഹൻലാൽ, കമൽഹാസൻ. രണ്ട് പ്രഗത്ഭ താരങ്ങൾ ഓൺ സ്ക്രീനിൽ ഒന്നിച്ചപ്പോഴുള്ള അത്ഭുതമാണ് 2009 പുറത്തിറങ്ങിയ ഉന്നയിപ്പോൾ ഒരുവൻ എന്ന ചിത്രത്തിൽ കണ്ടത്. കമൽഹാസനോടൊപ്പം മോഹൻലാലും മുന്നിട്ട് നിന്നു. മോഹൻലാൽ, വിജയ്. ഇളയ ദളപതി വിജയ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒന്നിച്ചപ്പോഴാണ് ജില്ല എന്ന ചിത്രമുണ്ടായത്. 2013 പുറത്തിറങ്ങിയ ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ആഘോഷമായിരുന്നു. അച്ഛനും മകനുമായിട്ടാണ് മോഹൻലാലും വിജയും എത്തിയത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.